പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മയുമാണ് ഓരോ ഓഗസ്റ്റ് 15-നും നാം ആചരിക്കുന്നത്. ഒരർത്ഥത്തിൽ രണ്ട് അമ്മമാരുടെ ആഘോഷം കൂടിയാണ് ഈ ദിവസം നാം നടത്തുന്നത്. ഭൂലോക സ്വർഗത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായി ഉയർത്തപ്പെട്ട പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളും ഭാരതാംബയുടെ പിറന്നാളുമാണിന്ന്. ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ പോലെ അമ്മയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ ദിവസം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നമുക്ക് അമ്മയിലേക്ക് വരാം. ഏതൊരു സംസ്കാരത്തിലും അമ്മ ഏറെ ശ്രദ്ധേയായ വ്യക്തിയാണ്. അമ്മ എല്ലാവരുടെയും ഒരു വികാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അമ്മ ഒരാളെ ഒരുപാട് സ്വാധീനിക്കുന്നു. ഭാരതീയ ചിന്തയനുസരിച്ച് 1000 ഗുരുക്കന്മാർ ചേരുന്നതാണ് ഒരു ആചാര്യൻ. 1000 ആചാര്യന്മാർ ചേർന്നാൽ ഒരു ഉപാധ്യായനാകും. 1000 ഉപാധ്യായന്മാർ ചേർന്നാൽ ഒരപ്പനാകും, ഒരു പിതാവാകും. 1000 പിതാക്കന്മാർ ചേർന്നാൽ ഒരമ്മയാകും. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് അമ്മയ്ക്ക് ഒരാളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ തല്ലുമ്പോൾ പോലും അമ്മയെന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നത്. അമ്മ നമ്മളിൽ അത്രമേൽ സ്വാധീനം ചെലുത്തുന്നു. അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരമ്മയെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. കൽക്കട്ടയിലെ അമ്മയാണവൾ. അൽബേനിയക്കാരിയായ അമ്മ, അവൾ മരിച്ച് ഈ ഭൂമിയോട് വിട പറഞ്ഞ് പോകുന്ന സമയത്ത് ഇന്ത്യൻ ദേശീയ പതാക പുതപ്പിച്ചുകൊണ്ട് ഇവൾ ഭാരതത്തിൻ്റെ മുഴുവൻ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ യാത്രയാക്കുന്നത്. ഈ അമ്മ ഇത്രമേൽ ഉയർത്തപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അവളുടെ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മദർ തെരേസയ്ക്ക് ഏറ്റവും അവളെ സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തി അവളുടെ തന്നെ പെറ്റമ്മയാണ്. അവളുടെ അമ്മ ഏറെ അവളെ സ്വാധീനിച്ചു. ലൊറേറ്റോ കോൺവെൻറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം, അന്ന് അവൾ അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്ന സമയം. ഈ സമയത്ത് അമ്മ ഒരു കത്ത് അവൾക്ക് എഴുതി. ആ കത്ത് ഇങ്ങനെയായിരുന്നു: തെരേസ, യേശുവിനോടുള്ള വലിയ സ്നേഹം തോന്നിക്കൊണ്ടാണല്ലോ നീ സ്വന്തം നാടും പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ദേശമായ ഇന്ത്യയുടെ കുടിയേറ്റ അല്ലെങ്കിൽ ഗ്രാമീണ ദേശങ്ങളിലേക്ക് പോയത്. നീ അവിടെ പോയി വളരെ കംഫർട്ടബിളായി സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, എന്നെയും കുടുംബത്തെയും നല്ല ഇവിടുത്തെ സാഹചര്യങ്ങളെയും വേണ്ട എന്ന് വെച്ച് നീ ഇന്ത്യയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ പോയത് സാധാരണക്കാരുടെ ഒരു അമ്മയായി തീരാൻ വേണ്ടിയിട്ടായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, ഫീലി എന്ന് പറയുന്ന ഒരു സ്ത്രീ, നമ്മുടെ വീട്ടുജോലിക്കാരി, അവൾ എന്നും കരഞ്ഞുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവൾ കരഞ്ഞുകൊണ്ടിരുന്നത് അവളുടെ മുട്ടുകാലിൻ്റെ വേദനയെ പ്രതി ആയിരുന്നില്ല, മറിച്ച് അവളുടെ ഏകാന്തതയെക്കുറിച്ചും അവൾ തനിയാണല്ലോ എന്നതിനെക്കുറിച്ചുള്ള വേദനയിലായിരുന്നു. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നീ പ്രത്യേകം ജീവിക്കാൻ വിളിയുണ്ട് എന്ന് മറന്നു പോകരുത്. സഹോദരങ്ങളെ, ഈ കത്ത് കിട്ടി അന്ന് അവൾ പോകുന്നത് അവളുടെ വാർഷിക ധ്യാനത്തിനാണ്. ഈ ധ്യാനത്തിൽ പങ്കുപറ്റുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെ അവളുടെ മനസ്സ് ഏറെ കലുഷിതമായിരുന്നു. അവൾ ചിന്തിച്ചു, എൻ്റെ അമ്മ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു അമ്മയാകാനുള്ള ഒരു വിളി എനിക്കുണ്ട്. അങ്ങനെ 1949 ലൊറേറ്റോ കോൺവെൻറ്റ് ഉപേക്ഷിച്ചുകൊണ്ട് അവൾ സ്വന്തമായി ചേരിയിലേക്ക് ഇറങ്ങുകയാണ്, അവളുടെ കൈവശമുണ്ടായിരുന്ന 5 രൂപയും വെച്ചുകൊണ്ട്. ഇന്ന് അവൾ ഏറെ ശ്രദ്ധേയായ അമ്മയാണ്. 2016 സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നൊരു അമ്മയാണവൾ. അമ്മമാർ ഏറെ സ്വാധീനിക്കുന്നു. അമ്മമാർ സ്വാധീനിച്ചാൽ മക്കൾ മാത്രമല്ല, ഒരു രാജ്യം തന്നെ അമ്മയെ വണങ്ങാൻ തയ്യാറാകുന്നു. ഒരു അർത്ഥത്തിൽ വിദേശിയായ അവൾ ഈ സ്വദേശത്തിലെ അമ്മമാരെക്കാൾ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയത് അവൾ ഹൃദയങ്ങളെ കവർന്നെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാളും ഇന്നേ വരെ അമ്മയായിട്ടില്ല. ഒരാൾ അമ്മയാകുന്നത് കർമ്മം കൊണ്ടാണ്. മദർ തെരേസ ഒരു കുഞ്ഞിനും ജന്മം കൊടുത്തില്ല, അവൾ അമ്മയായത് കർമ്മം കൊണ്ടാണ്. കർമ്മം കൊണ്ട് പുരുഷന് പോലും അമ്മയാകാം.
കർമ്മം കൊണ്ട് കന്യാസ്ത്രീക്ക് അമ്മയാകാം, കർമ്മം കൊണ്ട് വൈദികനോ സന്യാസിക്കോ ദൈവശുശ്രൂഷകനോ ആർക്കും അമ്മയാകാം. സഹോദരങ്ങളെ, യേശു തൻ്റെ പരസ്യകാല ജീവിതം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ദാനങ്ങളാണ് തന്നത്. അപ്പം തന്നു ഭക്ഷിക്കാൻ, ആത്മാവിനെ തന്നു പ്രാർത്ഥിക്കാൻ, അമ്മയെ തന്നു സ്നേഹിക്കാൻ. ഈ അമ്മ എന്നും അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവൻ്റെ സത്യത്തിൻ്റെയും അടയാളമായിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്മ മറിയം സത്യത്തെ ഗർഭം ധരിച്ചു. ആ അർത്ഥത്തിൽ അമ്മ സത്യത്തിൻ്റെ കൂടി അമ്മയാണ്. അമ്മ സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമയായ ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു. അതുകൊണ്ട് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി അമ്മയാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയാകാനും സത്യത്തിൻ്റെ അമ്മയാകാനും പരിശുദ്ധ മറിയം സഹിച്ചത് ചെറുതൊന്നുമല്ല. ഒരു പക്ഷേ ഭൂമിയിൽ ഏതൊരമ്മ സഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അവൾ സഹിച്ചിട്ടുണ്ട്. യഹൂദ പെൺകുട്ടിയായ അവൾ ലെബനോനിലെ അനുഗ്രഹീതരായ പെൺകുട്ടികളോടൊപ്പം മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന അവൾ ഒരു ദിവസം ദൂതനിൽ നിന്ന് സന്ദേശം കേൾക്കുന്നു. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകിൽ അവൾക്ക് യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം. അവൾ സ്വർഗത്തിലെ പിതാവിൻ്റെ ആഗ്രഹത്തിന് യെസ് പറഞ്ഞു. അവളുടെ ഉദരം കൊടുത്തു. ഉദരം കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന യൗസേപ്പിൻ്റെ ബീജത്തിൽ നിന്ന് രൂപം കൊണ്ട ശിശുവിനെ അല്ല, മറിച്ച് സ്വർഗത്തിലെ പിതാവാണ് ക്രിസ്തുവിനെ അവളുടെ ഉദരത്തിൽ വെച്ചു കൊടുത്തത്. ഇതാ മറ്റെന്തോ ഒരു വ്യക്തിയെ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അവളുടെ മനസ്സും അവളുടെ ജീവിതവും മാറുന്നു. സംശയിക്കപ്പെട്ട മാതൃത്വം, ഒറ്റപ്പെട്ട ജീവിതം, ഏകാന്തതയുടെ തടവുകാരിയായി ഏതാനും കാലങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നു. ഈജിപ്തിലേക്ക് ജോസഫുമായുള്ള പലായനം, ഏറ്റവും ഗതികെട്ട അവസ്ഥയിൽ ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട അവസ്ഥ. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഒട്ടേറെ പേരുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകും എന്നുള്ള പ്രവചനങ്ങൾ. ഇവൾ സത്യത്തെ ഗർഭം ധരിച്ചത് വഴിയായി ഒട്ടേറെ വേദനയിലൂടെ കടന്നുപോയി. എങ്കിലും നമ്മൾ ഓർക്കണം, നാളുകൾ കഴിഞ്ഞപ്പോൾ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും അവൾ വേദന അനുഭവിച്ചെങ്കിലും ഇവനാണ് രക്ഷകനെന്ന് മാനവകുലം മുഴുവൻ തിരിച്ചറിഞ്ഞ് ലോകത്തിലെ ജനകോടികളിൽ അധികം പേരും ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ ആ സ്വർഗത്തിലെ അമ്മ എത്ര കണ്ട ആഹ്ലാദത്തിൻ്റെ ഭാഗമായിരിക്കണം. സത്യത്തെ ഗർഭം ധരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത്തരമൊരു തലവരയുണ്ട്, വേദനയുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യം സ്വീകരിക്കുന്നവരെല്ലാം വേദന സ്വീകരിക്കുന്നവരാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെല്ലാം വേദന സഹിക്കേണ്ടവരാണ്. എങ്കിലും സത്യത്തിനെ ഗർഭം ധരിച്ച് ജന്മം കൊടുത്ത പരിശുദ്ധ മറിയം നമുക്ക് മുമ്പേ പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്, അവളുടെ പ്രാർത്ഥന എന്നും നമുക്ക് കൈമുതലായി ഉണ്ട് എന്നുള്ളതുകൊണ്ട് എക്കാലത്തും എനിക്കും നിങ്ങൾക്കും അതിനുവേണ്ടി നിലകൊള്ളാൻ കഴിയും. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരർത്ഥത്തിൽ ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തി അമ്മ മറിയം തന്നെയാണ്. അവൾ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനയായിരിക്കും സത്യത്തിൽ അവൻ ആദ്യ നാളുകളെ ചൊല്ലിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയല്ലേ ഇതാ കർത്താവിൻ്റെ ദാസി എന്നവൾ പറഞ്ഞതുകൊണ്ട് ഗെത്സമൻ തോട്ടത്തിൽ യേശു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസനെന്ന്. ഒരു യഹൂദ സ്ത്രീ തൻ്റെ ആദ്യം ജനിക്കുന്ന കുഞ്ഞിൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നൊരു മന്ത്രമുണ്ട്. പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: മകനെ, ജീവിതത്തിൻ്റെ അവസാനം നീ പ്രാണൻ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം: എൻ്റെ പിതാവേ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ അർപ്പിക്കുന്നുവെന്ന്. ഈ പ്രാർത്ഥനയാണ് സത്യത്തിൽ യേശു കുരിശിൽ കിടന്ന് പ്രാണൻ വെടിയുന്ന സമയത്തും പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര കണ്ട് പഠിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ആത്മീയമായി ഉണർന്നവരാണെങ്കിലും സത്യത്തിൽ അമ്മയുടെ വാക്കുകൾ നമ്മുടെ പിന്നിൽ, നമ്മുടെ കൂട്ടത്തിൽ എക്കാലത്തും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഇത് തിരുസഭ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട്, ബോധ്യപ്പെട്ടതുകൊണ്ട് പ്രാദേശിക സഭകളിലൊക്കെ ആദിമകാലം മുതലേ അമ്മ മറിയത്തെ സ്വർഗത്തിലേക്ക് പ്രത്യേകം എടുക്കപ്പെട്ട സ്ത്രീയായി കരുതിയിരുന്നു. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ സഭയുടെ നേതൃത്വം വഹിക്കുന്ന സമയത്ത് പരിശുദ്ധ കന്യക മറിയത്തെ ഭൂലോക സ്വർഗത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായി, സ്വർഗാരോപണ തിരുനാളായി എല്ലാ ഓഗസ്റ്റ് 15-നും ആഘോഷിക്കണമെന്ന് സഭ നിശ്ചയിച്ചു. അങ്ങനെ സഭയുടെ പ്രത്യേകിച്ചും യേശുവിൻ്റെ 2ാമത്തെ ആഗമനം വരെയും ആഘോഷിക്കപ്പെടുന്ന
ഒന്നായി സ്വർഗാരോപണ തിരുനാൾ രൂപപ്പെട്ടു. അമ്മമാർ കരയാറുണ്ട്. അമ്മമാർ കരയാറുള്ളത് പോലെ തന്നെ പരിശുദ്ധ അമ്മ എന്നുള്ള സ്വർഗത്തിലെ അമ്മയും കരയാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അവൾ കരഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്? അവൾ ഒരിക്കലും ഒരുപക്ഷെ വിരളമായി സംഭവിച്ചേക്കാം ചിരിച്ചുകൊണ്ട്, എന്നാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അവൾ കരഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. വിശ്വാസികളായ നമ്മൾ എന്നെങ്കിലും അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ, അമ്മേ നീ എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന്? നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, അമ്മ ഇന്ന സ്ഥലത്ത് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും കൂടി ആ അമ്മയുടെ കണ്ണുനീര് ശേഖരിച്ചു കൊണ്ടുപോയി നടുവിൻ്റെ വേദന മാറ്റാൻ നടുവിലൊക്കെ പുരട്ടും. സഹോദരങ്ങളെ ഓർക്കുക, നമ്മുടെ സ്വന്തം പെറ്റമ്മയാണ് കരയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയായിരിക്കുമോ ചെയ്യുന്നത്? തീർച്ചയായുമല്ല. ഇനിയെങ്കിലും അമ്മ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ, അമ്മയുടെ അപ്പരീഷൻസ് ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, ഓ അമ്മേ നീ എന്തുകൊണ്ടാണ് കരയുന്നത്? അമ്മ കരയാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. പ്രത്യേകിച്ചും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട ഈ ലോകം, തിരുസഭ ഒരുപാട് വിപരീതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ അമ്മയെ ഏറെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഓ അമ്മേ നീ എന്തുകൊണ്ടാണ് കരയുന്നത്? ലൂർദിലും ഫാത്തിമയിലും മെഡ്ജുഗോറിയിലും വേളാങ്കണ്ണിയിലും ഞങ്ങളുടെ ഭാരതത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ കോണുകളിലും സ്ഥലങ്ങളിലും സഭ അംഗീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ സംഭവങ്ങളിലും നീ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ നീ കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. അമ്മേ, നിന്നെ ചിരിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിന്നെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായും മാനവകുലത്തിൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മയെ ചിരിപ്പിക്കാനും സ്വർഗത്തിലെ സന്തോഷം ഭൂമിയിലെ സന്തോഷമാക്കി മാറ്റാനും കഴിയും എന്നുള്ളതായിരിക്കട്ടെ ഈ ദിവസത്തിൻ്റെ ഒന്നാമത്തെ സന്ദേശം. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് തന്നെയാണ്. ഒരു പക്ഷേ ഇന്നലകളിൽ ഒരു കുഞ്ഞ് ആഗ്രഹിച്ചതും നിലവിളിച്ചതും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബേസിക്കായ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി. അത്തരമൊരു സ്വാതന്ത്ര്യം കിട്ടാനായിരുന്നു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കരച്ചിലിൻ്റെ ഗതി മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ മൊബൈൽ ഫോൺ കളിക്കാൻ കിട്ടാനായിരിക്കാം ഒരു കുഞ്ഞ് കരയുന്നത്. പക്ഷെ എന്തായിരുന്നാലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു കരച്ചിൽ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. സത്യത്തിൽ സ്വാതന്ത്ര്യം ആർക്കാണ് തരാൻ കഴിയുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഭാരതം നേടിയെടുത്ത രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയാണല്ലോ നാം ഓഗസ്റ്റ് 15-ന് ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. സഹോദരങ്ങളെ, ആ അർദ്ധരാത്രിയിൽ നമ്മുടെ രാജ്യം നേടിയെടുത്തത് ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു? അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ടാണ് 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തിയ അതിൻ്റെ ചെയർമാനായിരുന്ന BR അംബേദ്കർ ഇങ്ങനെ എഴുതിയത്: ഭാരതം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയിലെ അർദ്ധരാത്രിയിൽ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം നേടിയെടുത്തു. എങ്കിലും സാംസ്കാരികമായി ഇന്നും നമ്മൾ അടിമകളാണ്. വീണ്ടും സാമ്പത്തികമായി നമ്മൾ അടിമകളാണ്. വീണ്ടും വിവിധങ്ങളായ മതവിഭാഗങ്ങൾ തമ്മിലുള്ള അകലങ്ങളനുസരിച്ച് നമ്മൾ ഒട്ടേറെ അടിമത്തത്തിലാണ്. എല്ലാവിധത്തിലും വിദ്യാഭ്യാസപരമായി വിവിധ സമൂഹങ്ങൾ അടിമത്തത്തിലാണ് കഴിയുന്നത്. അന്ന് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നാണ് ഈ നാടിലെ ഒരു പ്രധാന ആചാര്യനായ അംബേദ്കർ പറഞ്ഞത്. സ്വാതന്ത്ര്യം ഉണ്ടാക്കിത്തരുന്നത്, സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് സത്യമാണ്. സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് ഈശോ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതുകൊണ്ടായിരിക്കണം രാഷ്ട്രപിതാവായ ഗാന്ധിജി
ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിന് രൂപപ്പെടുന്ന സമയത്ത് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്ന് പറഞ്ഞ്. സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ നമുക്കാർക്കും സ്വാതന്ത്ര്യം പ്രാപിക്കുക സാധ്യമല്ല. പലരും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കരുതുന്നത് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തെക്കുറിച്ചാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. സഹോദരങ്ങളെ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. നമുക്ക് എന്തും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ? റോഡിന് നിയമങ്ങളില്ലാതെ വാഹനം ഓടിക്കാൻ നമുക്ക് പറ്റുമോ? തീർച്ചയായും പറ്റില്ല. ചില നിയമങ്ങളുടെയും ചില ആദർശങ്ങളുടെയും കീഴിൽ മാത്രമേ മനുഷ്യന് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചിലർ പറയും, മനുഷ്യനെന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഏറ്റവും മുകളിലുള്ള ഒന്നാണെന്ന് പറഞ്ഞിട്ട് കൊതുകിനെ പോലെ പറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന്. കാരണം അവർ നോക്കുമ്പോൾ പറക്കലാണ് സ്വാതന്ത്ര്യം. പറക്കൽ മാത്രമാണോ സ്വാതന്ത്ര്യം? ഒരിക്കലുമല്ല. എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങളുടെയും ആദർശങ്ങളുടെയും കീഴിലാണ് ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കേണ്ടതും സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കേണ്ടതും. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഴിയുന്ന അടിമത്തത്തിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പാപത്തിൻ്റെ അടിമയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ബന്ധങ്ങളുടെ തകർച്ചയിലാണെങ്കിൽ, അത്തരം അടിമത്തത്തിൽ നിന്ന് ഞാനും നിങ്ങളും മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് പല വിധത്തിൽ ദൈവികമായ നിയമങ്ങൾക്കും രാഷ്ട്രീയമായ നിയമങ്ങൾക്കും എതിരെ മനുഷ്യൻ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത കാലയളവിൽ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഒരു ദൈവിക നിയമത്തെ വളരെ കാര്യമായി ചോദ്യം ചെയ്യുക. ദൈവിക നിയമം ഇതാണ്: ദൈവം ആദിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അവർ ഒരുമിച്ച് ജീവിക്കണമെന്നും അവർ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നുമുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ വിവാഹമെന്ന് പറയുന്നത് ഒരു കുദാശയായി രൂപപ്പെട്ടു. അടുത്ത കാലത്തായി പലർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കണം? എന്തുകൊണ്ട് രണ്ട് ആണുങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ? രണ്ട് പെൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിച്ചുകൂടാ? സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യന് ഇങ്ങനെ പോകാൻ തുടങ്ങി. സഹോദരങ്ങളെ ഓർക്കണം, ആഡവും ഈവും തമ്മിലാണ് വിവാഹം കഴിച്ചത്, ആഡവും സ്റ്റീവും തമ്മിലായിരുന്നില്ല. ആഡവും ഈവും തമ്മിലാണ് വിവാഹം കഴിച്ചത്, ആഡവും സ്റ്റീവും തമ്മിലല്ല. എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലെ തന്നെ പുരുഷനോ സ്ത്രീയുമായി കൂട്ടിച്ചേർക്കപ്പെടുക ദൈവിക നിയമത്തിൻ്റെയും ദൈവിക സംവിധാനത്തിൻ്റെയും ഭാഗമായിരുന്നു. പക്ഷേ ഒരുപാട് മനുഷ്യർ പറയാൻ തുടങ്ങി, അല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിതശൈലി പുലർത്തുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ മാനവകുലം മുന്നോട്ട് പോകും? എങ്ങനെ മനുഷ്യ സമൂഹം പുരോഗമിക്കും? എങ്ങനെ വരും തലമുറകൾ രൂപപ്പെടും? ഇതാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മനുഷ്യനെ ഏറെ തകർത്ത് കളയുന്നു. ചിലർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇതാ എന്തിന് ഒരു പുരുഷൻ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോ ഒരു സ്ത്രീയിലോ മാത്രം ഒതുങ്ങിക്കഴിയുന്നു? ഒരാളെ മാത്രം വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അങ്ങനെ മാത്രം ജീവിക്കാൻ കഴിയുമോ? അത് ഒരു പ്രായം എത്തിയിട്ട് മാത്രമേ വിവാഹം കഴിക്കാവോ? ഇതെല്ലാം ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഭൂരിപക്ഷമുള്ള യുവതി യുവാക്കൾ മറ്റൊരു വിധത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിയമവ്യവസ്ഥിതികളുടെ മുഴുവൻ വേരുകൾ ഇളകാൻ തുടങ്ങി. ലോകത്തിലെ പ്രമുഖമായ പല രാഷ്ട്രങ്ങളും, എന്തിന് ക്രിസ്തീയമായ രാജ്യങ്ങൾ പോലും ഇത്തരം നിയമവ്യവസ്ഥിതികൾ, സുവർഗ വിവാഹത്തിന് വേണ്ടിയിട്ടും പ്രീ മാരിറ്റൽ സെക്സിന് വേണ്ടിയിട്ടുമുള്ള നിയമവ്യവസ്ഥിതികൾ പോസിറ്റീവായി പാസ്സാക്കാൻ തുടങ്ങി. നമ്മൾ ഒരു കാര്യം ഓർക്കണം സഹോദരങ്ങളെ, കൂടുതൽ പേർ പറയുന്നതല്ല ആകണമെന്നില്ല സത്യമെന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നതല്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ആകണമെന്നില്ല സത്യമെന്ന് പറയുന്നത്. സത്യം അതിനേക്കാൾ മുകളിലാണ്. യേശുവിനെ കുരിശിൽ തറച്ചത് അക്കാലത്ത് അവിടെ കൂടിയിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും ശബ്ദത്തെ മാനിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എങ്കിലും ആ സത്യം എല്ലാ കാലത്തേക്കുമായി അടക്കം ചെയ്യപ്പെട്ടുവോ? ഒരിക്കലുമില്ല. ആ സത്യം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. എങ്കിൽ മാധ്യമങ്ങളിലൂടെ അസത്യത്തെ സത്യമായും അർത്ഥസത്യങ്ങളെ സത്യമായും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവയൊന്നും സത്യമായി തീരില്ല. എന്നാൽ
സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സത്യം മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യം ആണ്, സത്യമായ ക്രിസ്തുവാണ് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കേണ്ടത്. ആ സത്യം നമ്മൾ ആരാധിക്കാതെ, ആ സത്യത്തെ നമ്മൾ ചേർത്ത് പിടിക്കാതെ ഒരു പക്ഷേ എത്ര കണ്ട് സ്വാതന്ത്ര്യം സ്വീകരിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയും? ഉദാഹരണത്തിന്, രണ്ടു പേർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കരുതുക. രണ്ടു പേർ ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നില്ല. രണ്ടുപേരും ഫലത്തിൽ ചെയ്യുന്നത് ഒരേ കാര്യമല്ലേ? തീർച്ചയായും ഒരേ കാര്യം തന്നെയാണ്. എന്നാൽ ഒരാൾ അവർക്ക് സമ്പത്തുണ്ടായിട്ടും ദൈവത്തെ പ്രതിയോ മക്കളെ പ്രതിയോ ഏതെങ്കിലും ഒരു ആദർശത്തെ പ്രതിയോ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു. അവർ ചെയ്യുന്നത് ഉപവാസമാണ്. എന്നാൽ അപ്പുറത്തെ വ്യക്തിയായിക്കൊള്ളട്ടെ, അദ്ദേഹവും ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാത്തത് അദ്ദേഹത്തിന് കാശില്ലാത്തത് കൊണ്ടാണ്. അതിന് നമ്മൾ പറയുന്നത് പട്ടിണി എന്നാണ്. പട്ടിണി ഒരിക്കലും ഉപവാസമല്ല, ഉപവാസം ഒരിക്കലും പട്ടിണിയുമല്ല. എങ്കിൽ ഒരുപാട് മനുഷ്യർ ലോകത്തിൽ ഒട്ടേറെ സമൃദ്ധമായി ജീവിക്കുന്നതിനെക്കുറിച്ചും ഇന്നതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അവർ അനുഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒട്ടേറെ ശബ്ദമുണ്ടാക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ചിലർ പറയും, നിയമങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ചിലർ പറയും. എങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ചോദനയാണ് നിങ്ങളുടെ ഉള്ളിലെ സ്വാതന്ത്ര്യത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സത്യത്തെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം, നിത്യജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ യാത്രയാകുന്നിടത്തോളം ഈ കാലയളവിൽ ദൈവിക നിയമങ്ങളെ ഏറ്റവും ക്രിയാത്മകമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പ്രത്യേക വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഭൂലോക സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഉയർത്തപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, ഓ സത്യത്തിൻ്റെ അമ്മയായ മറിയമേ, സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളുടെ നാടും ഞങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്കായി രക്ഷകനിൽ നിന്ന് വാങ്ങിത്തരണമേ. ആമേൻ.